പാട്ട് ചെയ്ത് കേട്ടാലും മൂപ്പര് വരെ ഇഷ്ടപ്പെട്ടോ. പാട്ട് ഏതാന്നുള്ളത് നമ്മൾ പറയാത്ത വേറെ തൊട്ടല്ല അതിൽ കോപ്പിറൈറ്റ് കിട്ടേണ്ടത് വെച്ചിട്ടോ. പാട്ടുപെട്ടി ഉണ്ടെങ്കിൽ മൂപ്പര് ഒരേ ആട്ടാണ്. നിർത്തിയതിനുള്ളതാണ് പി കാണുന്നത്. അവിടെയൊക്കെ ഒരാളോട് നന്നായി ഫുഡ് അടിച്ചോണ്ടിരിക്കട്ടോ. കൂടി നോക്കാതെയാണ് ഫുഡ് അടിച്ചോണ്ടിരിക്കണത്. അത് പോയി നോക്കണ കാഴ്ചട്ടോ ഈ കാണുന്നത്. മറ്റാള് പാട്ട് നിർത്തിയതിന്റെ സങ്കടത്തിലാട്ടോ മറ്റാള് നടക്കണത്. കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തു പോയിച്ച് ഇന്ന് നമ്മൾ ഫാൽക്കമാണി പോവാണ് ഗായ്സ്. ഇന്ന് നമ്മൾക്ക് പോയിട്ട് വലിയ കാര്യമുണ്ട്. അവർ തിന്നണം. കാരണം മാളിക്ക് പോകണ സന്തോഷമായിട്ടല്ല കേട്ടോ. വേറെ ഒന്നല്ല. രാത്രി കുട്ടികളും മക്കളൊക്കെ പെറുക്കിട്ട് പോകണ സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ. അല്ലാണ്ട് വേറെ കൂടെ അല്ല. വേറെ ഒന്നല്ല. ഇന്ന് ചിക്കനിലെന്തോ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ. അത് കൂടെ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നോളും പറഞ്ഞിരുന്നോ. അപ്പോൾ അതും കൂടി മേടിക്കാന്ന് വെച്ചിട്ട് പോകണമെന്നാണ്. അങ്ങനെ മാളിലേക്കുള്ള യാത്രയിലോട്ടോ നമ്മള്. ഇതിനിടയ്ക്ക് എല്ലാവരും പരിചയപ്പെടുത്താണ് പി കാണണം. അപ്പൊ നമ്മളിങ്ങനെ ഫാൽക്കമാണിക്ക് പോയോണ്ടിരിക്കേ. ചിക്കനിന്റെ ഓഫർ കാരണം ചിക്കിങ്ങില് അല്ല ഗൈസ്, ഞങ്ങളിന്ന് ഫാൽക്കമാളി പോവാണ്. അവിടെ ചിക്കിങ്ങില് ഇതൊക്കെ ഉണ്ട് പറഞ്ഞു. എന്താണ് ഓഫർ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ബൈ. മാളിയിലേക്ക് അപ്പൊ പോയിട്ട് എല്ലാം പരിപാടികളും എല്ലാ സാധനങ്ങളും ഒക്കെ കാണിച്ചത് നിങ്ങൾക്ക്. നിങ്ങളാണ് ഞങ്ങളെ കുട്ടികളില്ലേ കുട്ടികളെ. അപ്പൊ നിങ്ങളും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞിട്ടോളൂ ആണ് നമ്മളെ കുട്ടികളെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് മെയിൻ. അത് വേറെ വിഷയം. അത്ര തുറന്നോട്ടിരിക്കട്ടോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം പോയിക്കൊണ്ടിരിക്കേണ്ടവരാണ് ചങ്ങായി ബൈക്ക് ആരും തട്ടാണ്ട് പോകണതാണ്. ഒരാളോടാണെങ്കിൽ അത് പറയാൻ വേണ്ടി നിന്ന് മൂപ്പര് ഒരേ പോക്ക് നിർത്തണ പോലും ഇല്ല. പിന്നെ മൂപ്പനോട് പോയിക്കോട്ടെ നമ്മളും ഇല്ല. അപ്പം എന്താ നമ്മൾ ചെയ്യണത്? പറഞ്ഞു തീരുന്നതിനോടയിൽ നമ്മൾ വാണ്ട അവിടെ എത്തിയിട്ടോ. ആ കാഴ്ചയാണ് ഇപ്പോൾ തീ കാണുന്നത്. ഞാൻ വണ്ടി പതുക്കെ അവിടെ സൈഡാക്കണം. സൈഡാക്കാൻ സ്ഥലം കിട്ടിയാൽ മതി വെച്ചിട്ട് നമ്മൾ നടക്കണം. കാരണം ഇവിടെ അപ്പോൾ എന്തായാലും വണ്ടി സൈഡാക്കാൻ സ്ഥലം കിട്ടാറില്ല. അത്രയും ആൾക്കാരാണ്. അതിൻ്റെ ഉള്ളിലധികം ആൾക്കാരെ കാണാനില്ലെങ്കിലും പുറത്ത് കണ്ടുപോകാൻ വണ്ടിയാണ്. വണ്ടിയൊക്കെ ആരാണാവും. പുറത്തുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്ത് കൊണ്ടുപോകണോ അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. മുകളിൽ പോയപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പോൾ താഴേക്ക് പോകണ കാഴ്ചപ്പേ കാണണം. ഇപ്പോൾ കുറച്ച് ഇറിട്ടായി പോയില്ലേ. അവിടെ വിളിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെയും പാർക്കിംഗ് ഇല്ല എന്നട്ടോ പറയണത്. നമ്മളിത് എവിടെ കൊണ്ടുപോയിടുന്നുള്ള കാഴ്ചയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വണ്ടി പാർക്ക് ചെയ്യാനാട്ടോ. ഇതൊക്കെ പിന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ വിചാരിക്കുക. ഇത്രയും വലിയ മാള് കൊണ്ടിട്ടും ഒരു പാർക്കിംഗ് സെറ്റപ്പ് ആക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു സംശയം. ഫുള്ള് വണ്ടികളാണ്. ലാസ്റ്റ് നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടോ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഒരു വണ്ടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിൽ വണ്ടി നമ്മൾ ഇവിടെ ഒതുക്കണ കാഴ്ചട്ടപ്പോ കാണും. ഇവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടി എടുത്താൽ സ്ഥലം കിട്ടൂല. അപ്പുറത്ത് ബാക്കിൽ വണ്ടിയായിട്ട് ആൾക്കാർക്ക് നിൽക്കും. ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കയറ്റാച്ചിട്ട്. അതിനിടക്കാണ് നമ്മളറിയുന്ന ചങ്ങായി ഉണ്ടായിരുന്നു. ഒരു പറഞ്ഞു അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ വേഗം കിട്ടോ, അല്ലെങ്കിൽ ആദ്യം ഇപ്പോൾ വന്ന് അവിടെ വണ്ടി ഇടും. ഒന്നും നോക്കിയല്ല പറഞ്ഞു വെച്ച് നമ്മൾ നേരെ വണ്ടി അവിടെ കൊണ്ടുപോയി കയറ്റിട്ടു കേട്ടോ. അങ്ങനെ വണ്ടി നിറങ്ങാൻ കാഴ്ചപ്പോ കാണണം. ഞങ്ങൾ 2 വീക്കിൽ 3 പോണം. പോയിട്ട് കാണാം. മാമ ഇതാണ്. മാമ പോയോണ്ടിരിക്കാണ്. അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ ഓള് നിങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞില്ലേ. അതിന് വണ്ടി ഒതുക്കി നിർത്താനുള്ള സെറ്റപ്പിൽ ഓള കയ്യിൽ കൊടുത്തതാണ്. പറയണ വേറൊന്നല്ല. ഇതിന്റെ 2 നിലയിലും 3 നിലയിലും 4 നിലയിലും ഒക്കെ കയറിയിട്ട് പോകുള്ളൂ എന്നാണ് പറയുന്നത്. വേറൊന്നല്ല. നമ്മൾ വന്നിട്ട് വേറൊന്നുമല്ല. ചെറിയ പാടന്നെ കണ്ടില്ലേ. ഐസ്ക്രീം വേണമെന്ന് ഒരേ വാശി കേട്ടോ. തുടങ്ങിയവള് ഇപ്പം എന്ത് ചെയ്യാനൊക്കെ അറിയാൻ നിൽക്കല്ലേ. അപ്പോൾ തുടക്കം തന്നെ ഐസ്ക്രീമിലെ ഓട്ട വെച്ചു. അങ്ങനെ അത് കിട്ടിയ സന്തോഷമാണ് പേ കാണുന്നത്. മേടിച്ച് നേരെ നമ്മൾ പോകണം മുകളിൽ കേട്ടോ. അപ്പം ചിന്തിക്കണേ പുറത്ത് ഇത്ര വണ്ടിയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇത്ര ആൾക്കാരെ കാണല്ലേ കേട്ടോ. വല്ലാത്ത ജാതി. അങ്ങനെ നേരെ അത് സൂപ്പർ മാർക്കറ്റിൽ കട്ട പോകണം. അവിടെ പോയപ്പോൾ ആള് പറഞ്ഞ ഐസ്ക്രീം വെച്ച് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നട്ടോ പറയണത്. കഴിച്ചിട്ട് കയറിയാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെന്ത് ചെയ്യാനാ, പോസ്റ്റ് തന്നെ. അങ്ങനെ ഓളെ ഐസ്ക്രീം ഇന്നട വരെ നമ്മളവിടെ പുറത്തിരിക്കുന്ന കാഴ്ചട്ട് പേ കാണും. അടക്കാണ് അവിടെ എന്തൊരു ഓണസമ്മാനൊക്കെ ഒരു ബുള്ളറ്റൊക്കെ കൊടുക്കേണ്ടത് കണ്ട് കൈക്കിൽ വേണ്ടി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണ കഴിച്ചിട്ട് പേ കണ്ടോണ്ടിരിക്കണം. അങ്ങനെ ഓടിച്ചത് നേരെ ഇന്റർജോലി എടുത്ത് കേട്ടോ. ഒന്നും വേണ്ട പൂമ്പ് പഠിക്കാന്ന് പറഞ്ഞപ്പോഴാണ് താത്ത നിൽക്കണത് കണ്ടിട്ടോ. നോക്കില്ല അവരുടെ അടുത്ത് നേരെ എടുത്തെത്തിയ പോകേണ്ട കാഴ്ചട്ട് പേ കാണുന്നത്. ഇതിലൊക്കെ കയറിയിരിക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റിയ ചാക്കെ ചെയ്യുക ഇല്ലേ. ഇജാതി ഒരു അഭ്യാസങ്ങളൊക്കെ അതും പറഞ്ഞ് നിൽക്കുന്നതിനിടയിലാണ് നമ്മളൊരു അപൂർവ്വ സാധനം കണ്ടിട്ടോ ഇല്ല, ചീനമുളക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സാധനം.
ഞാൻ എവിടെ കണ്ടാലും വാങ്ങാറുണ്ട്, നോക്കിയില്ല. ഇതിൽ കയറി കുത്തിരിക്കണ കാഴ്ചട്ടോ പീ കണ്ട നിങ്ങൾ ഇതില്ലേ. ഉമ്മയും താത്തൊക്കെ സാധനം മേടിക്കണ തിരക്കിലാട്ടോ, റെസ്റ്റ് എടുക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് യോഗട്ടിന്റെ തൈര് വേണം പറഞ്ഞിട്ടോ. അപ്പൊ പിന്നെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനായി, കാരണം അവിടെ കുറെ ഐറ്റംസ് കണ്ടില്ല ഏത് എടുക്കണ്ട് എന്നുള്ളത്. അങ്ങനെ അവസാനം ഞാൻ അതിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തു കേട്ടോ. അവിടെ മേടിച്ച സാധനങ്ങളൊക്കെ ബില്ലടിക്കണ തിരക്കിലാണ് ഓള്. ഇത് മേടിച്ച് നേരെ ചെന്നാൽ നമ്മൾ മീൻ്റെ അടുത്തേക്കാണ്. അവിടെ പോയി നേരെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി ഇന്നപ്പോൾ ആളെ കാണാതായിട്ടോ. അതുകൊണ്ട് ആളിൽ ഇച്ചൊക്കെ എടുത്തിട്ട് വരും കണ്ടില്ലേ. അങ്ങനെ അതും മേടിച്ച് നമ്മളിഞ്ഞ് പോവാ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ബില്ലടിക്കാൻ വരുന്ന കാഴ്ചട്ട ബീ കണ്ട്. ബില്ലടിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്ന കാഴ്ചയാണ് ബീ കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങൾ മേടിച്ച് നമ്മൾ തിരിച്ച് വരാൻ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഞങ്ങൾ നേരെ വണ്ടി കയറി നേരെ വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്. ടാറ്റ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴും സംഭവം ഈ നടന്നുകൊണ്ടിരിക്കണ വേറൊന്നുമല്ല കേട്ടോ. ഈ നിർത്താൻ സ്ഥലം കിട്ടാത്ത വണ്ടി അവിടെ വെച്ച് എന്നുള്ളൊരു ഓർമ്മയില്ല. അങ്ങനെ വണ്ടിയും തപ്പി നടക്കണ കാഴ്ചട്ട ബീ കണ്ടോണ്ടിരിക്കുന്നത്. സാധനങ്ങൾ മേടിച്ചൊക്കെ അവളുടെ കയ്യിലാട്ട് ആണെങ്കിൽ അത് പിടിച്ചാൽ നിൽക്കണില്ല കയ്യിൽ, കാരണം വേറൊന്നുമല്ല അവിടെ ഇറക്കാണേ. വണ്ടി കിട്ടിയിട്ട കേസ് നമ്മൾ നേരത്തെ വീട്ടിലെത്തി. പരിപാടി ഇത്രേ ഉള്ളൂ. അടുത്തൊരു ഡേറ്റ് വീണ്ടും കാണാം. ഓക്കെ, ബൈ.